കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഫെബ്രുവരി 14, വാലന്റൈൻസ് ഡേ. ചിലർ ആ സ്നേഹത്തെ ഒരു വികാരം മാത്രമായി കാണുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സ്നേഹം? സ്നേഹമെന്ന് പറയുന്നത് ഒരു വികാരം മാത്രമല്ല, അതൊരു ത്യാഗം കൂടിയാണ്. ത്യാഗമെന്ന് വെച്ചാൽ ചില വിട്ടുകൊടുക്കലിൻ്റെ ത്യാഗം. ആ സ്നേഹം നമുക്ക് എവിടെ കാണുവാനായിട്ട് കഴിയും? മനുഷ്യരിൽ അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കാണാൻ നമുക്ക് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹം നമ്മളിൽ നാം പകർന്നെടുക്കണം. അവിടെയാണ് ത്യാഗം എന്ന ഒരു അനുഭവം നമ്മളിലും ഉണ്ടാകാനിടയായിത്തീരുന്നത്. പാപികളായിരുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ മനുഷ്യർക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് നാം അയച്ചു തന്നു. പ്രിയപുത്രനായ ക്രിസ്തു തൻ്റെ രക്തമെന്ന വീണ്ടെടുപ്പ് വില നൽകി മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും വീണ്ടെടുത്തു. ആ ദൈവസ്നേഹം, അതാണ് യഥാർത്ഥമായ ത്യാഗത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ആ സ്നേഹം മനുഷ്യൻ്റെ ഉള്ളിൽ പകർന്നാൽ ലോകം സുന്ദരമായി തീരും. അവിടെ ത്യാഗം എന്ന അനുഭവം ഉണ്ടാകാൻ ഇടയായിത്തീരും. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ച് ആ സ്നേഹത്തെ നമുക്ക് ലോകത്തിൽ പകരാം. അവിടെയാണ് സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ സ്നേഹത്തെ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാനിടയായിത്തീരും. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ നമുക്ക് ഈ ലോകം സുന്ദരമാക്കാം. മേ ഗോഡ് ബ്ലെസ് യു.